ഉടമകൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും അൽ-മസ്റൂയി അറിയിച്ചു. യുഎഇയിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് വധശിക്ഷയും ജീവപര്യന്തവും ഉൾപ്പെടെയുള്ള ശിക്ഷ ഉറപ്പാക്കുന്ന നിയമത്തിന് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകി. ഫെഡറൽ നാഷണൽ കൌൺസിൽ പാസാക്കിയ നിയമം പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി കൈമാറുകയായിരുന്നു. യുഎഇയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ താക്കീതുമായാണ് പുതിയ നിയമം നിലവിൽ വന്നത്. ഭീകരപ്രവർത്തനങ്ങൾക്ക് വധശിക്ഷയും ജീവപര്യന്തവും അടക്കം ശിക്ഷ ഉറപ്പാക്കുന്ന നിയമത്തിന് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകി. നേരത്തെ ഫെഡറൽ നാഷണൽ കൌൺസിൽ പാസാക്കിയ നിയമം പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി കൈമാറുകയായിരുന്നു. രാഷ്ട്രത്തലവൻ, കുടുംബാംഗങ്ങൾ, മറ്റു ഭരണകർത്താക്കൾ, ഓഫീസർമാർ എന്നിവർക്കെതിരെ ആക്രമണം നടത്തുന്നവരും ഭീകരസംഘടനയിലേക്ക് ആളുകളെ ചേർക്കുന്നവർ, തട്ടിക്കൊണ്ടുപോകൽ, ബന്ദിയാക്കൽ, രാസായുധങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കും വധശിക്ഷ, ജീവപര്യന്തവും 100 ദശലക്ഷം ദിർഹം പിഴയും ശിക്ഷയായി നൽകും. രാജ്യത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരെ ഭീകരവിരുദ്ധ നിയമം അനുസരിച്ച് ശിക്ഷിക്കാം. ഭീകര സംഘടനകളുടെയും വ്യക്തികളുടെയും പട്ടിക പ്രസിദ്ധീകരിക്കാൻ മന്ത്രിസഭയ്ക്ക് പുതിയ നിയമം അംഗീകാരം നൽകുന്നുണ്ട്. ഭീകരതാ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്കായി ജയിലുകളിൽ കൗൺസിലിംഗ് സെന്ററുകളും ആരംഭിക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്നവർക്ക് 1 ദശലക്ഷം മുതൽ 100 ദശലക്ഷം വരെ ദിർഹ പിഴ ലഭിക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള കലുഷിത രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെയും ജനതയുടെയും സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള നീക്കമാണ് യുഎഇ നടത്തുന്നത്. മീഡിയ 1 ദുബായ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു ലബനീസ് ടിവി ചാനൽ പുറത്തുവിട്ട വാർത്ത മസ്കറ്റിലെ ലബനാൻ എംബസി നിഷേധിച്ചു. തെറ്റായ വാർത്ത സംപ്രേഷണം ചെയ്തതിൽ എംബസി ഖേദം പ്രകടിപ്പിച്ചു. ടിവി റിപ്പോർട്ട് നിർഭാഗ്യകരവും അടിസ്ഥാനരഹിതവുമാണെന്ന് എംബസി നിഷേധക്കുറിപ്പിൽ വ്യക്തമാക്കി. ഈ മാസം 17-നാണ് ജർമ്മനിയിൽ ചികിത്സയിൽ കഴിയുന്ന സുൽത്താന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന രീതിയിൽ ലബനീസ് ചാനലിൽ റിപ്പോർട്ട് വന്നത്. ഇത് ഒമാനിൽ ഏറെ ആശങ്കകൾക്കിടയാക്കി. തുടർന്ന് ദിവൻ ഓഫ് റോയൽ കോർട്ട് സുൽത്താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന പ്രസ്താവന ഇറക്കി. വാർത്തകൾ തുടരുന്നു. ചെറുകഥകളിലൂടെ പ്രവാസ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ജോസഫ് അതിരുങ്കൽ. അദ്ദേഹത്തിന്റെ 3ാമത്തെ ചെറുകഥാ സമാഹാരം ഇണയന്ത്രം പുറത്തിറങ്ങി. പ്രവാസികളുടെ ദാമ്പത്യ ജീവിതവും ഗൾഫ് വൈവിധ്യവുമാണ് ഇണയന്ത്രം എന്ന ചെറുകഥയിൽ ജോസഫ് വരച്ചു കാണിക്കുന്നത്. 12 കഥകളാണ് ഇണയന്ത്രം എന്ന തന്റെ 3ാമത്തെ പുസ്തകത്തിൽ ജോസഫ് അതിരുങ്കൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാഷണൽ ബുക്ക് സ്റ്റാളാണ് പ്രസാധകർ. 2014 ഖത്തർ സാഹിതി സമന്വയ പുരസ്കാരം ലഭിച്ച ഇണയന്ത്രം എന്ന കഥയാണ് ഇതിൽ ശ്രദ്ധേയം. വർഷങ്ങളോളം ഗൾഫിൽ ജീവിക്കേണ്ടി വരുന്ന മലയാളി യുവാക്കൾക്കും അവരുടെ നാട്ടിലെ ഭാര്യമാർക്കും നഷ്ടപ്പെടുന്ന ദാമ്പത്യ ജീവിതത്തെപ്പറ്റിയാണ് ഇണയന്ത്രം എന്ന കഥ. പ്രവാസിയുടെ ഒറ്റപ്പെട്ടുപോയ പ്രവാസിയുടെ രതിജീവിതം, ആ രതിജീവിതത്തിലേക്ക് പുതിയ കാലത്തെ ആഗോളവൽക്കരണ കാലത്തെ പുതിയ കമ്പനികൾ അതിനെ എങ്ങനെ കച്ചവടവൽക്കരിക്കുന്നു, സെക്സ് ടോയുടെ രൂപത്തിൽ അത് എങ്ങനെ ലേബർ ക്യാമ്പുകളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതൊക്കെ ഒരുപക്ഷെ നാളത്തെ വർത്തമാനമായി മാറാനിടയുണ്ട്. ആ ആശങ്കകളെ പങ്കുവയ്ക്കുകയാണ് എൻ്റെ ഇണയന്ത്രം എന്നുള്ള ഈ പുതിയ കഥാസമാഹാരത്തിൽ. പ്രതീക്ഷയുടെ പെരുമഴയിൽ, പുലിയും പെൺകുട്ടിയും എന്നീ കഥാസമാഹാരങ്ങളാണ് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. നവലോകം പൊൻകുന്നം വർക്കി അവാർഡ്, പ്രവാസം.com അവാർഡ്, അങ്കണം അവാർഡ് തുടങ്ങി 10ഓളം പുരസ്കാരങ്ങൾ ഈ പ്രവാസി എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്. സ്വകാര്യ കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്ന ജോസഫ് കുടുംബസമേതം റിയാദിലാണിപ്പോൾ താമസം. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. കുവൈറ്റ് അമീർ ഷെയ്ഖ് സ്വബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്വബാഹിന് ഐക്യരാഷ്ട്രസഭയുടെ ആദരം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് മാനവികതയുടെ നേതാവ് എന്ന ബഹുമതിക്കായി അമീറിനെയും ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ സെന്ററായി കുവൈറ്റിനെയും തെരഞ്ഞെടുത്തത്. അടുത്ത മാസം ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ അമീർ ആദരം ഏറ്റുവാങ്ങുമെന്ന് കുവൈത്ത് വാർത്താവിതരണ യുവജനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ അൽ ഹമൂദ് അൽ സ്വബാഹ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ സിറിയ, ഇസ്രായേൽ ആക്രമണത്തിൽ നരകിക്കുന്ന ഗസ എന്നിവിടങ്ങളിൽ സഹായങ്ങൾ എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് കുവൈത്ത്. കൂടാതെ വിവിധ പദ്ധതികൾ വഴി ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും നിരവധി രാജ്യങ്ങളിലേക്കും കുവൈത്തിന്റെ സഹായം എത്തുന്നുണ്ട്. സിറിയയിലെയും അയൽ രാജ്യങ്ങളിലെയും അഭയാർത്ഥികളെ സഹായിക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച 2 അന്താരാഷ്ട്ര ഉച്ചകോടികൾക്കും ആതിഥ്യം വഹിച്ച കുവൈത്ത് കൂടുതൽ തുക സംഭാവന നൽകി ഇതര രാജ്യങ്ങൾക്ക് മാതൃകയായിരുന്നു. ഇക്കാര്യത്തിൽ അമീർ കാണിച്ച താൽപര്യത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ പല വേദികളിൽ എടുത്തു പറഞ്ഞിരുന്നു. കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റി, കുവൈത്ത് ഫണ്ട് ഫോർ അറബ് എക്കണോമിക് ഡെവലപ്മെന്റ്, അറബ് ഫണ്ട് ഫോർ എക്കണോമിക് സോഷ്യൽ ഡെവലപ്മെന്റ്, കുവൈത്ത് ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് തുടങ്ങിയ സംവിധാനങ്ങൾക്കൊപ്പം രാജ്യത്തെ നിരവധി സന്നദ്ധ സംഘടനകളും ജീവകാരുണ്യ രംഗത്ത് സജീവമാണ്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈറ്റിൽ ആയുധ പരിശോധനയ്ക്ക് പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം.
സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കൈവശം വയ്ക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താനും പിടിച്ചെടുക്കാനും പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ തന്നെ സുരക്ഷാ വിഭാഗത്തിന് അധികാരം നൽകുന്നതാണ് ബിൽ. പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ സുബാഹിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച ആഭ്യന്തരമന്ത്രിയും വിവിധ വകുപ്പ് മേധാവികളും തമ്മിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെടുക്കുന്നതും കൊള്ളയും കൊലപാതകവും മറ്റും വർദ്ധിക്കുന്നതും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലുണ്ടായ യോഗത്തിൽ ആയുധവേട്ട നടത്താൻ പോലീസ് സേനയ്ക്ക് കൂടുതൽ അധികാരം നൽകണമെന്ന ആവശ്യമായിരുന്നു സുരക്ഷാ വിഭാഗം മുന്നോട്ട് വെച്ചത്. അനധികൃത ആയുധശേഖരവും അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭ ആയുധ നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതെന്ന് ക്യാബിനറ്റ് കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ മുബാറക് അൽ സുബാഹ് അറിയിച്ചു. ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വാഹനങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്താൻ പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിലവിലെ നിയമത്തിൽ ഇളവ് വരുത്തി. സംശയമുള്ളിടങ്ങളിൽ പരിശോധന നടത്താൻ പോലീസ് മേധാവികൾക്ക് അധികാരം നൽകുന്നതാണ് ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ച ബില്ലിലെ പ്രധാന വ്യവസ്ഥ. അനധികൃത താമസക്കാർക്കു വേണ്ടിയുള്ള പരിശോധനകൾ സജീവമാക്കുക, വിദേശി താമസ മേഖലകളിൽ പ്രത്യേക പോലീസ് ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ തീരുമാനങ്ങളും ഉൾപ്പെടുന്നതാണ് പുതിയ ബിൽ. ക്യാബിനറ്റ് അംഗീകരിച്ച ബില്ല് അമീറിന്റെ അന്തിമാനുമതി ലഭിക്കുന്നതോടെ നിയമമായി മാറും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയായ ജെറ്റെക്സ് ഷോപ്പർ അടുത്ത മാസം 27 മുതൽ ഒക്ടോബർ 4 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. 2 ലക്ഷത്തോളം സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന മേളയിൽ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഡിജിറ്റൽ ക്യാമറകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകൾ എത്തും. UAEയുടെ ഇലക്ട്രോണിക് വ്യാപാരം അടുത്ത വർഷം 1600 കോടി ദിർഹമിലെത്തും. ഇലക്ട്രോണിക്സ് വ്യാപാര രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ മേളയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ലോകത്തെ 100ഓളം മുൻനിര ബ്രാൻഡുകൾ മേളയുടെ ഭാഗമാകും. 35,000-ഓളം പുതിയ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിലെത്തും. ഷാർജ ബുഹൈറ കോർണറിലെ ഖാലിദ് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപിലേക്ക് പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. അൽനൂർ പള്ളിയുടെ പിൻവശത്തു നിന്നാണ് പാലം ആരംഭിക്കുന്നത്. നിർമ്മാണം പാതിഘട്ടം പിന്നിട്ടു. ഷാർജ നിക്ഷേപ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണത്തിന്റെ ചുമതല. ദ്വീപിലേക്ക് മുമ്പുണ്ടായിരുന്ന പാലം ആംഫി തിയേറ്റർ വന്നതോടെ നീക്കം ചെയ്യുകയായിരുന്നു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടമേഖലയായ അൽമജാസിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവീകരണ ജോലികൾ പുരോഗമിക്കുന്നത്. 2 ഗിന്നസ് ലോക റെക്കോർഡുകൾ പിറന്ന അൽനൂർ പള്ളിക്ക് സമീപത്തു നിന്ന് തുടങ്ങുന്ന പാലത്തിന്റെ കൈവരികൾ തീർക്കുന്നതും ഷാർജയുടെ സാംസ്കാരിക തനിമയ്ക്ക് ഇണങ്ങുന്ന വിധത്തിലാണ്. സന്ദർശകർക്ക് ദ്വീപ് തുറക്കുന്നതോടെ ഖാലിദ് തടാകക്കരയിലെ അൽമജാസ് വാട്ടർ ഫ്രണ്ട് ഉദ്യാനം, ഈത്തപ്പനത്തോട്ടം, അൽ കസബ എന്നിവയുടെ പകിട്ട് വർദ്ധിക്കും. വിശാലമായ ഖാലിദ് തടാകത്തിലെ സംഗീത ജലധാരയ്ക്ക് സമീപത്താണ് പാലം നിർമ്മിക്കുന്നത്. അൽമജാസിൽ നിന്ന് അൽ ജുബൈൽ വരെയും അൽ കസബ വരെയും നീളുന്ന ഖാലിദ് തടാകക്കര പൂർണ്ണമായും ഉദ്യാന നഗരിയായി മാറിയിരിക്കുകയാണ്. ഷാർജയിൽ ആദ്യത്തെ ജലകളി ഉദ്യാനമായ അൽ മുൻതസ ഇതിന്റെ കരയിലാണ്. തടാകത്തിൽ തീർത്ത ആംഫി തിയേറ്ററാണ് മറ്റൊരു കൗതുകം. ദ്വീപിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അൽ ജുബൈലിലെ മത്സ്യ പച്ചക്കറി മാർക്കറ്റിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. പരമ്പരാഗത വാസ്തുകലയിലാണ് ഇതും തീർത്തിരിക്കുന്നത്. മീഡിയ 1 ഷാർജ. ബഹ്റൈനിൽ സന്ദർശക ടൂറിസ്റ്റ് വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിരക്ക് വർധന തൊഴിലാളികളെ ബാധിക്കാൻ സാധ്യതയില്ല. രാജ്യത്തെ വിസ ഫീസുകൾ അടുത്ത ഒക്ടോബർ മാസം മുതൽ വർദ്ധിക്കുമെന്നാണ് നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. സന്ദർശക വിസക്കും ടൂറിസ്റ്റ് ബിസിനസ് വിസകൾക്കും ഇതോടെ നിരക്ക് വർദ്ധിക്കും. വിസിറ്റ് വിസയുടെ കാലാവധി 2 ആഴ്ചത്തേക്ക് നീട്ടുന്നതിനുള്ള നിരക്കിനും വർധനയുണ്ടാകും. സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിസ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുവാനാണ് ചാർജ് വർധന വഴിയുള്ള വരുമാനം ഉപയോഗിക്കുക. ബ്രിട്ടീഷ് ഐറിഷ് വിസകൾക്കും ഒരാഴ്ചത്തെ GCC റെസിഡൻസ് വിസകൾക്കും നിരക്ക് വർധന ബാധകമാകും. എന്നാൽ തൊഴിൽ വിസക്കും വീട്ടുവേലക്കുള്ള വിസക്കും നിരക്ക് വർധന ബാധകമാകില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 ബഹ്റൈൻ. ദുബായ് പോലീസിന്റെ വാഹന നിരയിലേക്ക് കൂടുതൽ ആധുനിക ബൈക്കുകളെത്തി. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പോലീസ് മേധാവി മേജർ ജനറൽ ഖമീസ് മതാൽ അൽ മസീന ബൈക്കുകൾ സേനയ്ക്ക് കൈമാറി. ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്നെത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനും ബൈക്കുകൾ പോലീസിനെ സഹായിക്കും. പോലീസ് കാറുകൾക്ക് ചെന്നെത്താൻ സാധിക്കാത്ത ഇടുങ്ങിയ റോഡുകളിൽ ബൈക്കുകൾ ഉപയോഗിക്കും. നഗരത്തിന്റെ സുരക്ഷയ്ക്കായി റോന്തു ചുറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് ബൈക്കുകൾ നൽകും. കൂടുതൽ മികവുറ്റ രീതിയിൽ ജോലി നിർവഹിക്കാൻ ഇത് പോലീസിനെ സഹായിക്കുമെന്നും ബന്ധപ്പെട്ടവർ വിലയിരുത്തുന്നു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കൂടുതൽ വാഹനങ്ങൾ പോലീസ് സേനയ്ക്ക് നൽകാൻ തീരുമാനിക്കുന്നതായും അധികൃതർ പറഞ്ഞു. ദുബായ് പോലീസ് ഉപമേധാവി മേജർ ജനറൽ അബ്ദുറഹ്മാൻ മുഹമ്മദ് റാഫി, ബ്രിഗേഡിയർ അനസ് അൽ മത്രൂഷി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തെ അത്യാഡംബര കാറുകളും ദുബായ് പോലീസിന്റെ വാഹനവ്യൂഹത്തിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മീഡിയ 1 ദുബായ്.
ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിന് കീഴിൽ കാഴ്ച ദൃശ്യവേദി നാളെ നടത്താനിരുന്ന ഗസ ഫിലിം ഫോട്ടോ പ്രദർശനം മാറ്റിവെച്ചു. അൽ അറബി സ്പോർട്സ് ക്ലബ്ബിൽ ഗസ ഐക്യദാർഢ്യ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നതിനാലാണ് പരിപാടി മാറ്റിവെച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള കാണികളെ ലക്ഷ്യമിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രവാസി മലയാളികൾക്കായി യൂത്ത് ഇന്ത്യ കുവൈറ്റ് ഘടകം നീന്തൽ മത്സരം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച വൈകിട്ട് കുവൈറ്റ് സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം. 25 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 25 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 25 മീറ്റർ റിലേ എന്നീ വിഭാഗങ്ങളിലായി ഫഹാഹിൽ, അബ്ബാസിയ, ഷർവാനിയ, സാൽമിയ എന്നീ 4 സോണുകൾ തമ്മിലാണ് മത്സരങ്ങൾ നടക്കുക. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പേർ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും സംഘാടകർ